ആയിരക്കണക്കിന് കുടുംബങ്ങൾക്ക് അവരുടെ വീടും വസ്തുവും ഒക്കെ തിരിച്ചു കിട്ടും, തങ്ങൾക്ക് സമാധാനമായി ഇനിയൊന്ന് കിടന്നുറങ്ങാൻ സാധിക്കുമെന്നുള്ള ഒരു പ്രത്യാശ കൂടിയാണ് ഈ സർക്കാർ നൽകുന്നത് എന്നല്ലേ ഈ ഒരു അവസരത്തിൽ നമ്മൾ കരുതേണ്ടത്? തീർച്ചയായിട്ടും ജനഹിതം എന്താണെന്ന് തിരിച്ചറിയാൻ കഴിയാതിരുന്നതും അതിന് തിരിച്ചറിഞ്ഞാലും അതിനോട് പ്രതികരിക്കേണ്ടതില്ല എന്നും ഇവിടുത്തെ വികസനം എന്ന് പറയുന്നത് തങ്ങളുടെ മനസ്സിൽ മാത്രം ഉദിക്കുന്ന ഏതാണ്ടാണ് എന്നൊക്കെ ചിന്തിച്ചതുമാണ് കഴിഞ്ഞ സർക്കാരിന്റെ വീഴ്ചയുടെ ഒരു പ്രധാന കാരണം. അപ്പോൾ അത് ജനാഭിലാഷം എന്താണെന്നും ഇത് ജനങ്ങൾക്ക് ഉതകുന്ന ഒരു വികസന രീതിയല്ല എന്നും തിരിച്ചറിഞ്ഞു എന്നുള്ളത് തീർച്ചയായിട്ടും ഈ സർക്കാരിന്റെ ഒരു മേന്മയായിട്ട് ഞാൻ കാണുന്നു. അത് നിലനിർത്തി പോരുക എന്നുള്ളത് വളരെ ശ്രമകരമാണ്. ഇത് പ്രതിപക്ഷത്തിരുന്നപ്പോഴുള്ള തിരിച്ചറിവാണ്. അത് ഭരണത്തിൽ കയറിയപ്പോൾ നടപ്പിലാക്കി, തീർച്ചയായിട്ടും അഭിനന്ദനാർഹമാണ്. അതിൽ നിന്ന് ഞാൻ ഒന്നും കുറയ്ക്കുന്നില്ല. പക്ഷെ അധികാരത്തിൽ ഇരിക്കുമ്പോൾ അത് തിരിച്ചറിയാൻ കഴിയുക എന്നുള്ളത് കൂടുതൽ ശ്രമകരമാണ്. അതിനവർക്ക് തുടർന്നും കഴിയട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും കൂടി ചെയ്യുകയാണ്. യഥാർത്ഥത്തിൽ ഇവിടെ ഞാൻ കണക്ട് ചെയ്തപ്പം രാജീവൻ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങൾ വളരെ പ്രസക്തമാണ്. ഇതിന്റെ പേരിൽ ഒരുപാട് പേർക്കെതിരെ കേസുകൾ എടുത്തു, അവരെ പോലീസ് വലിച്ചഴിച്ചു, സ്ത്രീകളെ ഉൾപ്പെടെ തെരുവിലൂടെ വലിച്ചഴിച്ചു, വിദ്രോഹ സഖ്യങ്ങൾ എന്ന് പേര് വിളിച്ചു, ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ കേസുകളെല്ലാം റദ്ദാക്കുക എന്നുള്ളത് ഈ സർക്കാരിന് ചെയ്യാവുന്ന മിനിമം കാര്യം. പക്ഷെ ചെയ്യേണ്ട കാര്യം ആ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് അതിന് മുൻകൈ എടുത്തവർക്കെതിരെ കേസ് എടുക്കുകയും കൂടിയാണ്. യാതൊരു തീരുമാനവും ഇല്ലാതെ ഈ സ്വകാര്യ വ്യക്തികളുടെ ഭൂമി ഏറ്റെടുത്ത ശേഷമല്ല അതിലേക്ക് കയറുന്നത്. അവരുടെ അനുവാദമില്ലാതെ ട്രസ്പാസ് ചെയ്യുകയാണ് അവരുടെ പെരക്കകത്തേക്ക്. എന്നിട്ട് ഈ മഞ്ഞക്കുറ്റി കൊണ്ട് നാട്ടുകയാണ്. എന്ത് പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ്, എന്ത് തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് നമ്മൾ പരിശോധിച്ചാല് ഒരു പ്രാഥമികമായിട്ടും, അതായത് ഇപ്പോൾ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുമെന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ജനങ്ങളുടെ സ്വത്തും അതുപോലെ തന്നെ അവരുടെ ജീവന് ഭീഷണിയാവുന്ന രീതിയിലുള്ള വകുപ്പുകളും ചുമത്തി ജയിലിലടയ്ക്കുന്ന ഒരു ഹിറ്റ്ലർ നടപടിയായിരുന്നു മുമ്പ് കൈക്കൊണ്ടതെന്ന് കൂടി നമുക്ക് പറയേണ്ടതില്ലേ? തീർച്ചയായിട്ടും സർക്കാരിന് നമ്മുടെ കളക്റ്റീവ് എന്നുള്ള രീതിയിൽ അധികാരങ്ങളുണ്ട്, തീർച്ചയായിട്ടും. പക്ഷെ അവർക്ക് നിയമം വഴി പ്രദാനം ചെയ്യപ്പെട്ട അധികാരങ്ങൾ മാത്രമേ ഉള്ളൂ. അവര് രാജാക്കന്മാരൊന്നുമല്ല, അവർ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണ്. അപ്പൊ ഇന്നലെ കഴിഞ്ഞ ദിവസം നമ്മുടെ മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ നിയമം വഴി സ്ഥാപിതമായ കേരള സംസ്ഥാനത്തിലേക്കാണ് അവര് അധികാരം ഏൽക്കുന്നത്. ആ നിയമത്തിന് പുറത്തുള്ള അധികാരം അവർ കൈയാളാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞാല് അതൊരു സാധാരണ പൗരൻ ചെയ്യുന്നതിനേക്കാൾ വലിയ ഒഫൻസാണ്. ഇവരതാണ് ചെയ്തത്. ഒരു തീരുമാനവും ഇല്ലാതെ, ഒരു പ്രാഥമികമായിട്ടുള്ള ഒരു അനുമതി പോലും ലഭിക്കാതെ, ഒരു ഐഡിയ പോലും അല്ലായിരുന്നു. ഇറ്റ് വാസ് നോട്ട് ഈവൻ ആൻ ഐഡിയ. ഐഡിയ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഒരു കോൺക്രീറ്റ് രൂപം അതിന് വേണം. ഇതുപോലൊരു പദ്ധതിക്ക് ഇതൊന്നുമില്ല. ആരോ എന്തോ പറയുന്നു, കുറച്ച് പണം എവിടുന്നോ കിട്ടും, അത് 10 വർഷത്തേക്ക് തിരിച്ചടയ്ക്കേണ്ടതില്ല, അതിന് മറ്റു പല കമ്മീഷനുകളും ഒക്കെ കണ്ടേക്കാം. പക്ഷെ അത് കേട്ട പാതി കേൾക്കാത്ത പാതി എന്ന് നമ്മൾ പറയുന്നത് പോലെ ഈ ജനങ്ങളുടെ എല്ലാം വീട്ടിലേക്ക് ഇടിച്ചു കയറുകയും അവിടെ കൊണ്ടുവന്ന് സർക്കാരിന്റെ മുദ്ര എന്നുള്ള രീതിയിൽ കല്ല് നാട്ടുകയും അതിന്റെ പേരിൽ ഇവരുടെ ഈ വസ്തുവിന്റെ ക്രയവിക്രയ അവകാശം ഇത്ര നാള് റദ്ദാക്കപ്പെടുകയും അവർക്ക് വലിയ മാനസികമായിട്ടും സാമ്പത്തികമായിട്ടുമുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്ത സർക്കാർ ചെയ്തത് ക്രിമിനൽ കുറ്റമാണ്. അതിന്റെ ഉത്തരവാദികൾ ചെയ്തത് ക്രിമിനൽ കുറ്റം. അവർക്കെതിരെ കേസെടുക്കുകയും കൂടി ചെയ്യേണ്ടതാണ് ഈ വിഷയത്തിൽ എന്നാണ് ഞാൻ തോന്നുന്നത്. അത് ഇനി വരുന്ന സർക്കാരുകൾക്ക്, ഇപ്പോഴിരിക്കുന്ന സർക്കാരുകൾക്ക് ഉൾപ്പെടെ അത് ഒരു ബൗണ്ടറി ആയിട്ട് ചില അതിർവരമ്പുകൾ നിശ്ചയിക്കുന്നതിന് അത് വളരെ ആവശ്യമാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.